നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഏറ്റവും പ്രധാന ആകർഷണമെന്ന് തോന്നുന്നത് ഈ പുതിയ ഈ നികുതി ഘടനയാണ്, പ്രത്യേകിച്ചും ഈ ഇൻകം ടാക്സ് റിഫോംസുകളാണ്. അത് മാറ്റിവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരന് എന്നുള്ള രീതിയിൽ സാധാരണക്കാരന് ഗുണകരമാകുന്ന മറ്റ് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഈ ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിലുണ്ടാകുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു പോപ്പുലിസ്റ്റ് ബജറ്റ് എന്ന നിലയ്ക്കാണ് ഈ ബഡ്ജറ്റിനെ ഞാനിപ്പോൾ വിലയിരുത്തിയത്. ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്രിട്ടിക്കൽ റിവ്യൂ നടത്തിയാൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചത് ശരിയാണ്. അതായത് നമ്മുടെ രാജ്യത്തിന് 2047 വികസനം കൊണ്ടുവരണമെങ്കിൽ, ഒരു വികസിത ഭാരതമാകണമെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും കരുതുന്ന, എല്ലാ വിഭാഗം ജനങ്ങളെയും അവരുടെ രാജ്യത്ത് സാമ്പത്തിക പ്രവർത്തനത്തിന്, അവരെ കൂടുതൽ ഉൽപ്പാദനം രാജ്യത്തിന് സംഭാവന ചെയ്യുന്ന വിധത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ടാവണം. അങ്ങനെ നോക്കുമ്പോൾ ഒരു പോപ്പുലിസ്റ്റ് ബഡ്ജറ്റിൻ്റെ അഭാവം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നു. ആ പോപ്പുലിസ്റ്റ് ബഡ്ജറ്റിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് നമ്മുടെ ഈ ബഡ്ജറ്റ് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രഖ്യാപനം ഇപ്പോൾ ചോദിച്ചതനുസരിച്ച് പറഞ്ഞാൽ, ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഗിഗ് വർക്കേഴ്സ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. നമ്മുടെ വീടുകളിലെല്ലാം എന്ത് സാധനമാണെങ്കിലും കൊണ്ടുവന്ന് ഓൺലൈൻ ഡെലിവറി നടത്തുന്ന 1 കോടിയിൽ പരം ആളുകൾക്ക് വേണ്ടി ഇപ്പോൾ സ്കീം പ്രഖ്യാപിച്ചിരിക്കുന്നു. അവർക്ക് ID കാർഡ് കൊടുക്കുന്നു, അവർക്ക് ഹെൽത്ത് സ്കീമിൻ്റെ കവറേജിൽ അവരെ കൊണ്ടുവരുന്നു, അവർക്ക് പ്രത്യേകമായി രജിസ്ട്രേഷൻ ഏർപ്പെടുത്തുന്നു. ഇതുവരെ ഇല്ലാത്ത ഒരു കാര്യമാണ്. നമ്മുടെ ഓൺലൈൻ വ്യാപാരം നമ്മുടെ രാജ്യത്ത് വളരെയധികം ശക്തിപ്പെട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും അതിനെ ആശ്രയിക്കുന്നവരാണ്. അത്തരത്തിലുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ട് ഈ 1 കോടിയിൽ പരം ആളുകൾ വരുന്നവർ യുവാക്കളാണ്, യുവതി യുവാക്കളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ഒരു കൈത്താങ്ങ്, ഒരു കരുതൽ ഈ പദ്ധതിയിലൂടെ, ഈ ബഡ്ജറ്റിലൂടെ വന്നിരിക്കുന്നു. എടുത്തു പറയത്തക്ക ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നേരത്തെ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു കാര്യം. അതുപോലെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ സംസ്ഥാനങ്ങളുടെയും കൂടെ സഹകരണത്തോടെ എല്ലാ സംസ്ഥാനങ്ങളിലും അത് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സ്കീം ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. മുൻപില്ലാത്ത തരത്തിലുള്ള ചില അടിസ്ഥാനപരമായ മാറ്റമാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി 2047 വികസിത ഭാരത സങ്കല്പത്തിൽ എത്തിച്ചേരണമെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, സർവ്വതല സ്പർശിയായ ഒരു വികസന സമീപനം, അങ്ങനെ ഒരു വികസന ഒരു പരിപ്രേക്ഷ്യം നമുക്ക് കൊണ്ടുവരേണ്ടിയിരുന്നു. അത് കൊണ്ടുവരുന്നതിനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ധനമന്ത്രിയുടെ ഈ പ്രഖ്യാപനത്തിൽ.